20 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ. കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ: പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. രാജ്യത്താകമാനമുള്ള അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ സമർപ്പണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. നിശ്ചലമായി കിടന്നിരുന്ന റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ വേഗത കൂടിയതോടെ നിലമ്പൂർ റോഡ് റെയിൽവേ ഭൂപടത്തിൽ ഇടം നേടിയതായി PV അബ്ദുൽ വഹാബ് MP പറഞ്ഞു. We cannot say foundation stone, we cannot say inauguration. The progress of the Nilambur Amrita station, which is already started. I'm really grateful to all the officials and the ministers, including Prime Minister Narendra Modi ji and Vaishnav ji, for taking up our Nilambur as a Amrita station and started the works as early as possible. We got different demands we already given for improving this railway station, especially in Nilambur. As you all know, Nilambur railway station is made not for the development of this place at that point of time. Our imperialist rulers, they started this one just to deploy the military here and to take out the fleet from here to London. Eventually, when the World War came, they removed this rail track also. That time they needed a lot of steel, which was very scarcity at that point of time. But again, it was erected here. And only in Nilambur-Shornur train, you know about this one, only available. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സ്റ്റേഷൻ വികസന പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകുന്ന അമൃത് ഭാരത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ നിലമ്പൂരിൽ 8.03 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. നിലവിൽ എന്തെല്ലാം ആവശ്യങ്ങളാണുള്ളതെന്നും ഭാവിയിൽ എന്തെല്ലാം വേണ്ടിവരുമെന്നുമുള്ള കാഴ്ചപ്പാടിലാണ് വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നത്. മുകളിലൂടെയുള്ള നടപ്പാത, വാഹനങ്ങളുടെ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ, ബുക്കിംഗ് ഓഫീസ്, എയർ കണ്ടീഷനും അല്ലാത്തതുമായ യാത്രക്കാർക്കുള്ള വെയിറ്റിംഗ് ഹാൾ, മുൻഭാഗത്തുള്ള മുഖ്യ കവാടത്തിന്റെ രൂപമാറ്റം, പ്ലാറ്റ്ഫോം വികസനം, ഭിന്നശേഷിക്കാർക്കുള്ള സൗകര്യങ്ങൾ തുടങ്ങിയവയാണ് നിലമ്പൂരിൽ ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക. പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വികസനം നിലമ്പൂർ സ്റ്റേഷനിലേക്ക് എത്തുമെന്നതിന്റെ തെളിവാണ് നിലമ്പൂർ സ്റ്റേഷനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെന്ന് MP വിശദമാക്കി. നിലവിൽ നിലമ്പൂർ ഷൊർണൂർ പാതയിലെ 80 കിലോമീറ്റർ വേഗത എന്നത് 110 കിലോമീറ്റർ ആക്കുകയെന്നത് ലക്ഷ്യമാണ്. അതേസമയം നിലമ്പൂർ റോഡ് ഒരിക്കലും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറരുതെന്നും അബ്ദുൽ വഹാബ് ആവശ്യപ്പെട്ടു. മുൻപ് മാറ്റങ്ങളുടെ വേഗത കുറവായിരുന്നെങ്കിൽ ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് പോലും വലിയ മാറ്റങ്ങളാണ് വരുന്നതെന്നും നിലമ്പൂർ അതിന് സാക്ഷ്യം വഹിക്കുകയാണെന്നും സാങ്കേതിക വിദ്യ വളർന്നതോടെ ഉദ്യോഗസ്ഥരുടെ വേഗതയും ആനുപാതികമായി മാറിയതായും MP പറഞ്ഞു. അമൃത് സ്റ്റേഷൻ പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതിന്റെ ഭാഗമായി നിലമ്പൂർ മേഖലയിലെ വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ അബ്ദുൽ വഹാബ് MP നിർവഹിച്ചു. N4 ന്യൂസ്, നിലമ്പൂർ. PV's Model School is stepping into the 26th year of academic excellence. Kinderspiel, a fully furnished pre-KG, is open for the tiny tots to play, enjoy and learn. The kindergarten with attractive play area and a friendly environment creates an atmosphere to enjoy the learning. Special training in extracurricular activities enable the students to bring out their skills and talents along with their studies. Qualified and experienced faculty help the students to explore the unexplored. For the best of your children, the doors of PV's are open. Admissions for the next academic year is in progress. Join us and enjoy learning. PV's Model School, Nilambur.